ബിരുദ പ്രവേശനത്തിന് സ്ത്രീധനം വാങ്ങുന്നില്ലെന്ന ബോണ്ട് നൽകുന്നവർക്ക് മാത്രം അനുമതിയെന്ന നിർദ്ദേശവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വൈസ് ചാൻസലർമാരുമായുള്ള യോഗത്തിലാണ് ഗവർണർ നിർദ്ദേശം അവതരിപ്പിച്ചത്. സ്ത്രീധനം വാങ്ങുന്നില്ലെന്ന് ബോണ്ട് എഴുതി നൽകുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം ബിരുദത്തിന് പ്രവേശനം അനുവദിച്ചാൽ മതിയെന്ന ചരിത്ര പ്രാധാന്യമുള്ള നിർദ്ദേശം വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ അവതരിപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. The Chief Minister is enthusiastic about it. He came to the Raj Bhavan. He said, "This is a wonderful move to ask the student to sign a bond before degree is given." And now these suggestions which have come in the meeting of the parents, because at the time of the admission, parents are more anxious. So at the time, if you want admission, then you will have to sign the bond, because degree of a university education, vidya must give vivek. Vidya is vimarsh rupni. It gives us a sense of right and wrong. Universities cannot and should not allow their degrees to be used as a license to increase the price of the bridegroom in the marriage market. Even universities won't accept it. Yes, I say that vidya gives vivek, and vidya is described in our tradition as vimarsh rupni, which means it gives us a sense of right and wrong. Now it is demeaning for the university if the degree given by it is used to demand more dowry. So universities have every right. They are well within their rights. They are not asking to sign a bond for something which is extra legal. This is a crime, punishable crime. So university will be asking only to sign a bond that we shall uphold the law. We shall not break the law. കോളേജ് പ്രവേശന സമയത്തും ബിരുദം ലഭിക്കുന്നതിന് മുൻപും വിദ്യാർത്ഥികൾ മാത്രമല്ല രക്ഷിതാക്കളും സമാനമായ സത്യവാങ്മൂലം നൽകണം. സർവകലാശാലകളിൽ നിയമനം നേടുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് സമാനമായ ബോണ്ട് എഴുതി വാങ്ങണമെന്ന നിർദ്ദേശവും കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ അദ്ദേഹം മുന്നോട്ടുവച്ചു. സ്ത്രീധനത്തിനെതിരെ സർവകലാശാലകളിൽ ശക്തമായ പ്രചാരണം തുടരും. പെൺകുട്ടികൾ ഇക്കാര്യത്തിൽ ധീരമായി നിലപാടെടുക്കണം. യോഗത്തിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാർ നിർദ്ദേശങ്ങളോട് തത്വത്തിൽ യോജിച്ചുവെന്ന് അദ്ദേഹം പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച തുടർ ചർച്ചകൾ 21-ന് തിരുവനന്തപുരത്ത് നടക്കും. എല്ലാ വൈസ് ചാൻസലർമാരും ചർച്ചയിൽ പങ്കെടുത്തില്ല. പങ്കെടുക്കാത്തവരുമായും ചർച്ച നടത്തണം. അതിനുശേഷം കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സ്ത്രീധനത്തിനെതിരെയും സമൂഹബോധം ഉണർത്തുന്നതിനായി ഗവർണർ 14-ന് ഉപവാസം നടത്തിയിരുന്നു. തുടർന്ന് ഗാന്ധിയൻ സംഘടനകളുടെ പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുത്ത അദ്ദേഹം സ്ത്രീധനം വാങ്ങുന്നില്ലെന്ന് കോളേജ് വിദ്യാർത്ഥികളിൽ നിന്ന് സത്യവാങ്മൂലം വാങ്ങാൻ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാല വൈസ് ചാൻസലർമാരോടും ആവശ്യപ്പെടുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായാണ് അദ്ദേഹം വെള്ളിയാഴ്ച വൈസ് ചാൻസലർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ഈ നിർദ്ദേശം അവതരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മെട്രോ 7. 10 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഗ്രേസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, പാരി ജംഗ്ഷൻ, തോപ്പുംപടി.